തീർച്ചയായിട്ടും ഒരു അനിശ്ചിതാവസ്ഥ ഇറാനിൽ ഉണ്ടാവണ്ടേ? കാരണം ഇനി ആര് ഭരിക്കും, ആരുടെ കയ്യിലായിരിക്കും ഭരണം എന്നുള്ള കാര്യം. ഈ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കരയുദ്ധം ഇതുവരെയും ആരംഭിക്കുവാൻ US-നോ ഇസ്രായേലിനോ കഴിഞ്ഞിട്ടില്ല. അത് ഒരു പാളിച്ച തന്നെയല്ലേ? ചന്തുനേരെ അതൊരിക്കലും ഒരു പാളിച്ചയല്ല. ഈ ഇസ്രയേലും പിന്നെ USA-യും, അതായത് പെൻറ്റഗണും CIA-യും മൊസാദും ഇവരെല്ലാം കൂടെ ചേർന്ന് എടുക്കുന്ന ഒരു തീരുമാനം പെട്ടെന്ന് കയറി പിന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും യുദ്ധം ചെയ്യുന്ന പോലെയല്ല. അവർ ഒരുപാട് ഹോംവർക്ക് ചെയ്ത് നന്നായിട്ട് തന്നെയാണ് തുടങ്ങിയത്. പിന്നെ ട്രംപ് ഇടയ്ക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ട്രംപ് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നു, പത്രലേഖകർ ചോദിച്ചോ പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊരു തെറ്റുപറ്റിയെന്ന് തോന്നിയില്ല, ദുബായിലൊക്കെ എടുത്ത് മിസൈൽ ഇട്ടല്ലോ. ഉടനെ ട്രംപ് പറഞ്ഞു, അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഞങ്ങൾക്ക് പറ്റി, ഞങ്ങൾ വിചാരിച്ചില്ല. എന്തിനാ പറയുന്ന? ഈ ഒന്നും അറിഞ്ഞൂടാ, വലിയ വിവരമൊന്നുമില്ലാത്ത എനിക്ക് പോലും, ഞാൻ പല ചാനലിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പല ചാനലിലും ഇറാൻ മിസൈൽ എടുത്ത് ദുബായിൽ ഇടും, അബുദാബിയിൽ ഇടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ഒരു പ്ലോയിയാണ്. അത് അദ്ദേഹം പത്രലേഖകരെ കളിയാക്കി പറഞ്ഞാണ്, ഞങ്ങൾ വിചാരിച്ചില്ല അവിടെ ഇറാൻ മിസൈൽ ഇടൂല. അപ്പോൾ അത് നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ മൊസാദും ഈ പെൻറ്റഗൺ ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത്. നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ്. അപ്പം അതിന് നമുക്ക് വെപ്രോളപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മളിവിടെ ഇന്ത്യയിൽ പലരും അയ്യോ അതെന്താ അങ്ങനെ കയറി അങ്ങ് അടിക്കാത്തത്, അങ്ങനെ പറ്റില്ല. അത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട്. ഇപ്പം നമ്മൾ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പിന്നെ ട്രംപിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ള പരിപാടികളാണ്. അതിലെ മേജർ എന്ന് പറയുന്നത് ഈ UAE, സൗദി അറേബ്യ, സെൻട്രൽ മധ്യേഷ്യയിലുള്ള എണ്ണ കയറ്റുമതി കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് അമേരിക്ക ഒന്നും ചെയ്യേണ്ട, ഇറാൻ മിസൈൽ എടുത്തിടും, അത് കംപ്ലീറ്റ് സ്റ്റോപ്പ്. അപ്പോൾ അരാംകോ, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ സ്ഥലമാണ് സൗദി അറേബ്യയിലുണ്ടായിരുന്നത്, അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ഇതുകൊണ്ട് ആർക്കാ ഗുണം? അമേരിക്കയ്ക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് USA ആണ്. അല്ല, അങ്ങ് പറയുന്നത് യുദ്ധം നീണ്ടു നിൽക്കുന്നതുകൊണ്ടുള്ള നേട്ടം അമേരിക്കയ്ക്കാണ്. ഒരു ദിവസത്തെ യുദ്ധത്തിൽ അവർക്ക് $750 കോടി ആണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എത്ര അത് ഇന്ത്യക്കാർ നമ്മളെപ്പോലുള്ളവർ പറയും അത് ഇത്ര കോടി രൂപ പത്രക്കാർ നമ്മളിവിടുത്തെ മീഡിയ ഒക്കെ എഴുതി കാണിക്കുക. അമേരിക്കയ്ക്ക് അത് പീനട്സ് ആണ്. അവർ പിന്നെ 30 ട്രില്യൺ ഡോളേഴ്സിൻ്റെ GDP ഉള്ള അവർക്കത് വെറും ഇതാണ്. പിന്നെ മാത്രമല്ല ഈ പൈസ എല്ലാം ഇപ്പം ചന്തു നായർ മെൻഷൻ ചെയ്ത കറക്റ്റാണ്. ഈ പൈസ എല്ലാം ഈ ഗൾഫ് രാഷ്ട്രങ്ങളായ ഖത്തർ, ഈ 7 രാഷ്ട്ര GCC അവർ തന്നെ കൊടുക്കും.